അപ്പോൾ വാട്സ്ആപ്പ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് സ്കൈ ബ്ലോക്കുമായിട്ട്. സോ ഇന്ന് ഞാൻ കുറേ മാറ്റങ്ങൾ വരുത്തി വേൾഡിൽ. നമ്മുടെ മോബ് ഫാമിൻ്റെ ചുറ്റും ഞാൻ ഒരു ഇത് കെട്ടി താഴെ വീഴാതിരിക്കാൻ. പിന്നെ നമ്മുടെ ഈ ഒരു ഫാം ഞാൻ ഇച്ചിരി ഒന്ന് വലുതാക്കി. അവിടെ നല്ലോണം വർക്ക് ചെയ്യാം. എനിക്കൊരു മീൻതലം കിട്ടിയ ഒരു ലെതർ ഷർട്ടും കിട്ടി. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇപ്പം നമുക്കെല്ലാം എന്ന് വെച്ചാൽ ഒരു വീടായി, ജനറേറ്ററായി, മോബ് ഫാമായി, ഫുഡ് ഫാമിന് ഫുഡുമായി. ഇനി നമുക്കിപ്പോൾ ചെയ്യേണ്ടത്, ഇത് ഞാൻ പൊട്ടിക്കണമെന്നില്ല, അത് കുഴപ്പമില്ല, ഞാൻ പൊട്ടിക്കാം. അല്ല, ഇത് പൊട്ടിക്കണം. എനിക്ക് വേണ്ടുന്നത് ഇനി നമുക്ക് പണിയാനുള്ളതും ഒരു പോർട്ടലാണ്. ഇനി നമുക്ക് നെതറിലോട്ട് പോയാലേ കളി നടക്കത്തുള്ളൂ. അപ്പം നെതറിലോട്ട് പോകാൻ വേണ്ടി ഒരു പോർട്ടൽ ഉണ്ടാക്കാനായിരുന്നു. എവിടെ വെക്കുമെന്ന് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നേ ഉള്ളൂ. വെക്കാനുള്ള സ്ഥലം കിട്ടി. നമ്മുടെ പണ്ടത്തെ മോഫം അവിടെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും മോബ്സ് പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ പണി ചെയ്യുന്നപ്പോൾ രാത്രിയായി വന്ന് നോക്കിയപ്പോൾ ഇവിടെ മൊത്തം മോബ്സ് ആയിരുന്നു. 2 സ്കെൽറ്റൻ, മൊത്തമൊന്നുമില്ല, 2 സ്കെൽറ്റൻ വന്ന് വയ്ക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിൽ ഇങ്ങനെ പോയിട്ടേ ഇവിടെ ഇറങ്ങാമെന്ന് നോക്കാം. ഇവിടെ തന്നെ പണിയാം. മിസ്ക്ലിക്ക് ഇല്ലെങ്കിൽ കൊള്ളാം. മിസ്ക്ലിക്ക് എങ്ങാനും ചെയ്താൽ പിന്നെ കളി തീർന്നു. ഇത് ബാക്കി ഒന്നും പോലല്ല, കളിയല്ല. ഇത് കുറച്ച് കോൾസ്റ്റോറാണ്, എടുത്തിട്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. നല്ല പണിയായിരിക്കും. എങ്ങാനും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതോടെ പിന്നെ തെറ്റ് പറ്റിയതാണ് ആ തെറ്റ്. ഈ സ്ലാബ് വെച്ചിട്ടാണോ ഞാൻ മോബ്സ് പോകണമെന്ന്? ഇത് ഫുൾ ബ്ലോക്ക് അല്ലല്ലോ. കൊള്ളാം കേട്ടോ. ഞാൻ സ്പോൺ ചെയ്യാൻ നല്ല പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത്. മോബ് സ്പോൺ ആയാലേ ഉള്ളൂ ഇവിടെ സ്പോൺ ആയാലേ ഉള്ളൂ മോബ്. ഇതൊരു പ്ലാറ്റ്ഫോം ആടേ. താഴത്തെ സ്ലാബ് വെച്ച് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടാണ് മോബ് സ്പോൺ ആയിരിക്കുന്നത്. ഈ 2 പ്ലാറ്റ്ഫോമിലുമാണ്, ഈ 2 ബ്ലോക്കിലുമാണ് നമുക്ക് പോർട്ടൽ ഉണ്ടാക്കാനുള്ളത് വെക്കാൻ. ഇവിടെ ഒന്നോടെ ഇത് വെക്കട്ടെ. 2 ബ്ലോക്ക് താഴെ, 3 ബ്ലോക്ക് മേലോട്ട്. ഒരു തെറ്റും പറ്റരുത് ഇത് വെക്കുമ്പോൾ. 1 2 എന്നിട്ട് 3 ബ്ലോക്ക് മേളിലോട്ട്. 1 2 3 കോബിൾ സ്റ്റോൺ. വീണ്ടും ഇവിടെ 1 2 3 പിന്നെ കോബിൾ സ്റ്റോൺ. ഈ 2 ഒന്നിവിടെ. ക്ലിക്ക് ഇല്ലാതെ തന്നെ ഞാനൊരു പോർട്ടൽ ഉണ്ടാക്കി. പക്ഷെ ഇനി ഹെൽത്ത് ഒന്ന് റീജനായിട്ടൊക്കെ ഹെൽത്ത് നോക്കാൻ മറന്നു പോകുന്നു. ചത്ത് കഴിഞ്ഞാലേ ഒന്നാമത് നെതറിലോട്ടാണ് പോകുന്നത്. ഇനി കോബിൾ സ്റ്റോണും കൊണ്ട് ഇവിടെ ബക്കറ്റ് ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു ബക്കറ്റ് പോലെ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കണം. അകത്ത് ഞാൻ മണ്ടത്തരം കാണിച്ചു. ഇവിടെ ഇത് വെക്കണ്ട, ഇങ്ങനെ ഇതല്ല, ഇതൊരെണ്ണം മാറ്റി. ലാവ ഒഴിച്ചിട്ട് ഇവിടെ പ്ലാങ്ക് വെക്കണം അല്ലേ? ഇവിടെ പ്ലാങ്ക് വെക്കണം, അടിയിൽ ലാവ ഒഴിക്കണം. അങ്ങനെയായിരുന്നു, വേറെ രീതിയായിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെയായിരുന്നു. ഇവിടെ പ്ലാങ്ക് വെച്ചാൽ ലാവ ഡിലീറ്റ് ആവുമോ? ലാവ വെച്ചാൽ ഡിലീറ്റ് ആവും. ഫുഡ് എൻ്റെ എന്തൊക്കെയോ വെളിയിലോട്ട് തെറിച്ചു പോകുന്നുണ്ട്. എന്തൊക്കെയാണ് വെളിയിലോട്ട് പോയത്? ബക്കറ്റ് തിരിച്ചു കിട്ടി, ഭാഗ്യം. സോഡ് ആക്സും പോയില്ല. ബാക്കി ഐറ്റംസ് ഇവിടെ ഉണ്ട്. റബ്ബർ ഇത് കിട്ടി, ഒന്നും പോയില്ല. ഒന്നും പോയില്ല. അയ്യോ പോയി, എൻ്റെ ആരോ കുറേ പോയി. കുഴപ്പമില്ല, അത് നമുക്ക് പിന്നെ ഒപ്പിക്കാം ഇവിടുന്ന്. അപ്പോൾ ഈ ബ്ലോക്ക് പോരല്ലോ. ഇങ്ങനെ വെച്ചാൽ എങ്ങനെ? അതൊന്ന് പൊട്ടിക്ക്, എന്നിട്ട് അത് തളപ്പി.
മേളിലോട്ട് കയറാൻ പറ്റും, പക്ഷെ അടിയിലോട്ട് അങ്ങ് നോക്കത്തില്ല. ലാവ ഇവിടെ ഒഴിച്ചാലോ? നേരെ താഴോട്ട് പോകും. അവിടെ എന്നിട്ട് ഇവിടെ ഇത് വെച്ചാൽ 2 പ്ലാങ്ക് എന്ത്? ആ പ്ലാങ്ക് എടുത്ത് ഞാൻ ഇവിടെയും വെച്ച വർക്കായി. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചുമ്മാ ഒന്ന് ഒഴിച്ചു നോക്കിയപ്പോൾ വർക്കാവുമെന്ന് വിചാരിച്ചില്ല. അല്ല അവങ്ങനെ അങ്ങനെ കൊണ്ടുപോക്കട്ടെ. ഇത് ഒഴിച്ചപ്പോഴെങ്ങ് വർക്കായിരുന്നു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഞാൻ ചെയ്ത് വർക്കാവുമെന്ന്. ഇതിവിടെ തിരിച്ചു വച്ചേക്കാം. എന്നിട്ട് ഇനി നമുക്ക് തിരിച്ച് ബക്കറ്റ് കൊണ്ടുവെക്കണം. ഓടി വന്ന് ബക്കറ്റ് ഇതിനകത്തോട്ട് വെച്ചപ്പോൾ ആശ്വാസമായി. ഇനി നമുക്ക് നെതറിലോട്ട് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവർക്കും ഇനി അടുത്തൊരു പുതിയ എപ്പിസോഡായിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.